ഹായ് ഫ്രണ്ട്സ്, ഞാനും സുഹിത്തൂടെ ഇന്ന് ഞണ്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം കുവൈറ്റിലെ മീനൊക്കെ ചെറിയ രീതിയിൽ കയറി വന്ന് തുടങ്ങി. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വൈകിട്ട് വെള്ളം ഇറങ്ങിപ്പോയ സമയത്ത് കടലിൻ്റെ നടുക്കൂടെ, കടലിൻ്റെ ഈ ഭാഗം മൊത്തം ബീച്ച് ഏരിയയാണ്. അപ്പോൾ ഇവിടങ്ങളിൽ കമ്പിയും കൊണ്ട് ഇറങ്ങിപ്പോയി രാത്രി ടോർച്ച് അടിച്ച് ഞണ്ട് കുത്തിപ്പിടിക്കുകയാണ് ഞങ്ങളുടെ പരിപാടി. അങ്ങനെ ഇറങ്ങിയതാണ്. ഇന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ഞണ്ട് പിടുത്തമാണ് പരിപാടി. രാത്രി ടോർച്ച് അടിച്ച് ഞണ്ടിനെ കുത്തിപ്പിടിക്കുകയാണ് ഞങ്ങളുടെ പരിപാടി. ഇവിടെ നിറച്ച് പായലാണ്. ഈ വർഷം മീൻ അധികം കയറി വന്ന് തുടങ്ങിയില്ല. അതുകൊണ്ടാണ് പായൽ മൊത്തം പോകാൻ. അല്ലെ പായൽ മൊത്തം പോയി. കുത്തിക്കോ നിങ്ങൾ കുത്തിക്കോ. ഓക്കെ ഞാൻ വിട്ടേ ഞാൻ പിടിക്കാം. സുജിത്താണ് കൂടുതലുള്ള ഞണ്ട്. രണ്ടരയെ കുത്താം ഞാൻ കുത്താം മിസ്സായില്ല. എൻ്റെ 30 സുജിത്തിൻ്റെ ഒറ്റ കമ്പിയാണുള്ളത്. മിസ്സായിട്ടില്ല. സുഹിത്തിൻ്റെ ഒരു വലിയ ഞണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇനിയുണ്ടോ? അതിനെ ഇങ്ങോട്ട് ഇടും. അതിനെ ഇങ്ങോട്ട് സുഹിത്ത. കുഴപ്പമില്ല സുഹിത്ത, അതിനെ ഇങ്ങോട്ട്. ഞണ്ട് വളരെ കുറവാണ്. കാരണം മീൻ കയറി വന്നു തുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞണ്ടില്ലാത്തത്. മീൻ കയറി വന്നാൽ ശരിക്കും ഞണ്ട് കയറി വരും. അതാണ്ടൊരു വലിയ ഞണ്ട്. ഓക്കെ, കിട്ടിയിരിക്കുകയാണ്. നീലഞണ്ടാണ്. കമ്പി കയറി പിടിച്ചു. അവൻ കമ്പി കയറി പിടിച്ചു. ഓക്കെ മുന്നോട്ട് പോയിക്കോ. ഈ മണ്ണിനകത്തുണ്ട്. ഇത് കറക്റ്റ് മിസ്സാവില്ലേ? ഓക്കെ, അന്യായ കയറ്റായി. കമ്പി അതിനകത്തോട്ട് ഇറക്കിയിട്ട് വേണം പിടിക്കാൻ. ഒരു ഞണ്ട് കിട്ടി.
പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ള ബംഗാളികളാണ്. 4 ടോർച്ചിൻ്റെ വെട്ടം കാണാം. ചെറുതൊന്നും കുത്തല്ല, ഇതിൽ മാത്രം കുത്തല്ല. ഇത് ഈ മണ്ണിനടിയിൽ ഒളിച്ചിരിപ്പുണ്ട് ഇവന്മാരെ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാത്തത് ഇങ്ങോട്ട് വരുമ്പോൾ പൊങ്ങി വരും. ഉപ്പൊന്നും കുത്തുന്നു. ഈ മണ്ണിനടിയിലൊക്കെ ഒളിച്ചിരിപ്പുണ്ട് സാധനം. തണ്ടികൾ ഊപ്പുകളെല്ലാം കുത്തുവാണ്. ഇന്ന് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന ഞണ്ടാണ്. ഞാൻ സുഹൃത്തൂടെ പോയി കുത്തിപ്പിടിച്ചതാണ്. ഒത്തിരിയൊന്നും കിട്ടിയില്ല, വളരെ കുറച്ച് കിട്ടിയുള്ളൂ.